കൂട്ടുകാരെ, ഇത് അടുക്കള നല്ല പണിയായിരുന്നു. അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മൾ മീൻ മേടിച്ചിട്ട്. അപ്പം ചൂരമീൻ കിട്ടി, അത് മേടിച്ചു. പിന്നെ നമ്മൾ മീൻ മേടിക്കാമെന്ന് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. മീൻ വണ്ടി അങ്ങ് വരുമ്പോൾ നമുക്ക് പോയി മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആദ്യക്കൂട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മേടിക്കാറുള്ളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി മീൻ വന്നപ്പോൾ അവിടെ വന്ന് മീൻ വേണോ സിന്ധൂന്ന് ചോദിച്ചു. ആകെ ഒരു ഇതിലായിട്ടോ, കുളിച്ചൊരുങ്ങി മേക്കപ്പ് ഒന്നും ചെയ്ത് വന്നിരുന്ന് അടുക്കള പണിയൊന്നും ചെയ്യാൻ എന്നെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ കോലമൊക്കെയാണ്. അത് കഴിഞ്ഞ് വന്ന മീൻ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. മീൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വെച്ചെന്ന് കാണണം. ഇന്നലെ വയ്യാത്തതുകൊണ്ട് ഒന്നും ചെയ്തില്ല. മിനിങ്ങാന്ന് ഞാൻ വീഡിയോ ഇട്ടായിരുന്നല്ലോ, എന്നെ അവിടെ വെളിയിലൊക്കെ ഇരുന്ന്. പിറ്റേ ദിവസം അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം എനിക്ക് എഴുന്നേക്കാനും പറ്റത്തില്ല. കാലും കൈയെല്ലാം ഭയങ്കര വേദന. ഇപ്പോഴും അതെ, ഈ കൈയൊക്കെ കഴിക്കും. ഇവിടെ ഇങ്ങനെ പൊട്ടി പോവുക. എനിക്ക് എന്നാന്ന് എനിക്കറിയത്തില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോവുക. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ തോളുവേദനയാണ്. എന്നാണെന്നറിയത്തില്ല, എല്ലാവർക്കും ഉണ്ട് ഇപ്പം. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. കൂട്ടുകാരിതാ കഞ്ഞി വെച്ച് അത് വാർത്തിട്ടതാ ചോറ് റെഡിയാക്കി വെച്ചു. പിന്നെ സാമ്പാറാണ് വെച്ചത്. സാമ്പാർ അടിപൊളി ഒരു സാമ്പാറാണ്. പക്ഷേ എനിക്ക് വലിയ പിടുത്തമില്ല. കാരണം ഈ ചേമ്പിടും. നമുക്ക് കഴിഞ്ഞ വർഷം പരിചയ ചേമ്പുണ്ടായിരുന്നില്ല. ചേമ്പിട്ട് സാമ്പാർ വെച്ചിട്ട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേമ്പിട്ട് സാമ്പാർ വെക്കുന്നത്. ആദ്യക്കുട്ടിന് എനിക്ക് അത്ര സാമ്പാർ ഇങ്ങനെ കുറുകിയിരിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ചൂരമീൻ 2-3 എടുത്ത് വറുത്തു. ഇതാ നമ്മുടെ ചെറുപയർ തോരനും സാമ്പാറും കൂടിയാണ് വെക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് മീൻ കിട്ടിയ കാര്യം പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ ചൂരമീൻ കറി വെക്കാനുള്ള ഞാനിവിടെ ഇരുന്നെല്ലാം റെഡിയാക്കി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീനൊക്കെ ഇട്ട് കൊടുക്കണം. വേണ്ടോ, ഇനി ഈ മീൻ വെള്ളം ഇതങ്ങ് ഊറ്റി കളയണം. എത്ര വെള്ളം കഴിയുമെന്നറിയാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് നമ്മൾ ചൂരമീൻ എത്ര കഴിയാലും കാണും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വിറക് അടുപ്പിൽ മൺചട്ടി ഉണ്ട് കേട്ടോ. ഈ തലയിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മൺചട്ടി വെക്കാത്തതാണ്. നമുക്ക് തലയിട്ട് വെക്കാൻ വേണ്ടി തലയിട്ടു. നമുക്ക് മീനും കൂടെ കഞ്ഞി ഇട്ട് കഴിയുമ്പോൾ അടുപ്പിൽ വിറകുണ്ടെങ്കിൽ ഞാൻ എല്ലാ അടുപ്പിലോട്ട് തന്നെ വെക്കും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം അടുപ്പിൽ പാചകം ചെയ്യണം, ഗ്യാസിനെക്കാട്ടിൽ. ഇച്ചിരി താമസം വരുമെന്നേ ഉള്ളൂ അടുപ്പിൽ. പക്ഷെ ടേസ്റ്റ് എന്നാന്ന് പറഞ്ഞാലും നമ്മുടെ ഇങ്ങനെ ഇരുന്നായോണ്ടാണ് കേട്ടോ ഇങ്ങനെ എത്തിയൊക്കെ ഇടുന്നതേ. നിന്ന് ചെയ്യുന്നതും ഇരുന്ന് ചെയ്യുന്നതായിട്ട് കൽപ്പിക്കുക. ഇപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണ്ടേ. നമുക്കൊന്ന് പയ്യെ ഇളക്കി കൊടുക്കാം. ഒരു കയ്യിൽ ഫോണ് ചൂടുണ്ട്. ഫോൺ എടുത്ത് ഒത്തിരി നേരം വെക്കാൻ പറ്റുന്നില്ല, ചൂട് തല. ഇനി ഇത് കിടന്ന് നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരട്ടെ. നമുക്ക് അമ്മയോട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. അമ്മ വീഡിയോ എടുക്കുന്നുണ്ട് ഓടി കൂട്ടുകാരെ. എന്നിട്ട് ഞാനിപ്പോൾ ഉണ്ടോ ഉപ്പ് ഇച്ചിരി കഴിഞ്ഞിട്ട് വേണം, തിളച്ച് കഴിഞ്ഞ് വേണം ഇടാം അല്ലേ. ഇനി നമുക്ക് ഈ അടുപ്പ് കണ്ടോ, എൻ്റെ ചെറുപ്പത്തിലെ നമ്മുടെ ചായക്കടയിലെ ഊണ് പ്ലേറ്റ് ആയിരുന്നു. അതിപ്പോൾ നമ്മൾ ഇങ്ങനെ വാർക്കുന്നു. എൻ്റെ അമ്മയുടെ സ്ത്രീധനമായിട്ട് ഊണ് പ്ലേറ്റ്. സത്യമായിട്ടോ ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ അമ്മയ്ക്ക് കല്യാണത്തിന് പ്രസൻറ്റേഷൻ കിട്ടിയതാണ് കേട്ടോ, ഊണ് പ്ലേറ്റ്. അന്നൊക്കെ ഊണ് പ്ലേറ്റ്. പിന്നെ എന്നാ ചിമ്മിനി വിളക്ക് അല്ലേ, മണ്ണെണ്ണ വിളക്ക് ഒക്കെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് പഴയ മണ്ണെണ്ണ വിളക്കൊക്കെ. എന്നിട്ട് അപ്പോൾ അത് റെഡി ആയിട്ട് എന്നിട്ട് ചോറിനാം. നിങ്ങൾക്ക് മീൻകറി വരുന്ന ഒരു സമയമൊന്നുമില്ല. ഇപ്പോൾ 3 മണിയായി ഞാൻ എഴുന്നേറ്റ് വന്നതെല്ലാം ചെയ്തപ്പം. അപ്പോൾ അതാണ്. പിന്നെ ചോറൊക്കെ എടുക്കാം, എന്നെ കഴിക്കാൻ നോക്കാം കേട്ടോ. വേറെ സാമ്പാറും പരിപ്പും മീൻ വറുത്തും എടുത്തു. മീൻ കറി നമുക്ക് നാളെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലാകുള്ളൂ. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഇളക്കാം. ചൂട് സാമ്പാറും ചൂട് ചോറും കഴിക്കട്ടെ കേട്ടോ. അപ്പോഴെല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കഴിക്കട്ടെ.